ഈ മതത്തെയും ജാതിയും എല്ലാം കൂട്ടിക്കുഴയ്ക്കുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ്. സാധാരണക്കാരനും പാവപ്പെട്ടവനും വേണ്ടി സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ നശിപ്പിച്ചിട്ടുള്ളതും അവരെ മുന്നോട്ട് വരാൻ അനുവദിക്കാതിരിക്കുന്നതും എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അവൻ്റെ നിലനിൽപ്പ് പാവപ്പെട്ടവൻ്റെ ദാരിദ്ര്യമാണ്. പാവപ്പെട്ടവൻ്റെ ദാരിദ്ര്യം മാറിയാൽ കമ്മ്യൂണിസത്തിന് പ്രസക്തിയുണ്ടോ? മനുഷ്യൻ വിശ്വാസിയായാൽ കമ്മ്യൂണിസത്തിന് പ്രസക്തിയുണ്ടോ? മനുഷ്യനെ യുക്തിവാദിയാക്കി നിർത്തുമ്പോഴാണ് യുക്തിവാദമാണ് കമ്മ്യൂണിസം. ഈശ്വരവിശ്വാസം കമ്മ്യൂണിസത്തിൽ പെടുന്നതല്ല. സ്ഥിതി സമത്വമാണ് കമ്മ്യൂണിസം. എല്ലാ ഉൽപ്പന്നങ്ങളും തുല്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിൻ്റെ ശ്രമമാണ് കമ്മ്യൂണിസം. അപ്പോൾ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് കാറൽ മാർക്സ് തന്നെ പറയുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം ഒരു ശരിയാണ്. നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ, യുക്തിവാദത്തിൽ ചിന്തിക്കുന്നവർ കമ്മ്യൂണിസ്റ്റ് ആവാൻ ശ്രമിക്കും. കാര്യം കമ്മ്യൂണിസ്റ്റുകാർ ഇവരെയെല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് ഒരു കാലത്ത് പോയത്. പക്ഷേ ഇന്ന് കേരളത്തിൽ തന്നെ വലിയ യുക്തിവാദികളുടെ നേതാക്കന്മാരിൽ ഒരാളായ ശ്രീ പ്രൊഫസർ രവിചന്ദ്രൻ പലപ്പോഴും സത്യം വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തെ സംഘിയാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇതാണ് പ്രശ്നം. ഇവിടെ സത്യം പറയുന്നവനെ സംഘിയാക്കി ഒറ്റപ്പെടുത്തുന്ന കാലമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇദ്ദേഹം ചോദിച്ചതിന് ഏകദേശം ഞാൻ പറഞ്ഞ ഉത്തരം മനസ്സിലാക്കി കാണും. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏറ്റവും നല്ലൊരു ഈശ്വരവിശ്വാസി ഏറ്റവും നല്ലൊരു യുക്തിവാദിയായിരിക്കും. കാരണം ഈശ്വര സങ്കല്പം എന്താണെന്നും ക്ഷേത്ര സങ്കല്പം എന്താണെന്നും തിരിച്ചറിഞ്ഞ ഒരു വിശ്വാസിക്ക് ഈ പറയുന്ന കച്ചവടത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒന്നിനോടും ധാരണ ഉണ്ടാകത്തില്ല. ഒരു ചൂണ്ടുവിരൽ നോക്കിയത് ഈശ്വരനാണെന്ന് കരുതി പ്രാർത്ഥിക്കാൻ ചിലർക്ക് കഴിയും. ചിലർക്കൊരു വിഗ്രഹം വേണം, ചിലർക്കൊരു പടം വേണം. ഒരാൾക്ക് ഇതൊന്നും വേണ്ട. അവൻ തന്നാണ് ഈശ്വരൻ എന്ന തിരിച്ചറിവുണ്ടാവും. തത്വമസിയാണ് ഈശ്വരൻ. നീ നിൻ്റെ മനസ്സിന് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിന്നെ നയിക്കാൻ ഈ പ്രകൃതിയിലെല്ലാം ഉണ്ടാവുമെന്ന് തിരിച്ചറിയുന്ന ഒരുത്തനും അവൻ തന്നെ ആയിരിക്കും ഈശ്വരൻ. അപ്പോൾ യഥാർത്ഥ സങ്കല്പങ്ങളെ തിരിച്ചറിയുന്ന ഒരുത്തനും ഒരു ആത്മീയവാദിയും ഒരു കലാപങ്ങളും ഉണ്ടാക്കാൻ പോകുന്നില്ല. യഥാർത്ഥ ഒരു ഹിന്ദു ഒരു കലാപം ഉണ്ടാക്കത്തില്ല. യഥാർത്ഥ ഒരു മുസൽമാൻ ഒരു കലാപം ഉണ്ടാക്കത്തില്ല. പക്ഷേ ഇതിനകത്ത് നിന്നെല്ലാം വളച്ചൊടിച്ച് അടർത്തിയെടുത്ത കാര്യങ്ങളിലൂടെ നാട്ടിൽ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു വിഭാഗം ഇറങ്ങി തിരിച്ചാൽ നമുക്കതിനെ തടയാൻ വേണ്ടി സംസാരിക്കാം എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാനില്ല.